നമസ്കാരം സുഹൃത്തുക്കളെ, കാത്തിരിപ്പിനൊടുവിൽ OTT-യിൽ എത്തിയിരിക്കുകയാണ് മമ്മൂട്ടി ചിത്രം പ്രമേഹം. ഏറെ കാലത്തിന് ശേഷം പൂർണ്ണമായും ബ്ലാക്ക് ആൻഡ് വൈറ്റിൽ പുറത്തിറങ്ങിയ സിനിമ എന്ന പ്രത്യേകതയും പ്രമേഹത്തിനുണ്ട്. റിലീസ് ചെയ്ത് 28-ാം ദിവസമാണ് ചിത്രം OTT-യിൽ എത്തിയത്. വമ്പൻ തുകയ്ക്കാണ് സോണി ലിവ് ചിത്രത്തിന്റെ സ്ട്രീമിംഗ് റൈറ്റ്സ് വാങ്ങിയത്. എന്നാൽ OTT റിലീസിന് പിന്നാലെ സോണി ലിവിനെതിരെ പലരും പരാതിയുമായി രംഗത്ത് വരികയാണ്. ശബ്ദത്തിന് വളരെയധികം പ്രാധാന്യമുള്ള ചിത്രം മോശം ഓഡിയോ ക്വാളിറ്റിയിലാണ് സോണി ലിവ് സ്ട്രീം ചെയ്തത് എന്നാണ് പരാതി. അറ്റ്മോസ്റ്റ് കണ്ടന്റിന് പ്രാധാന്യം നൽകിക്കൊണ്ട് സൗണ്ട് ഡിസൈൻ ചെയ്ത പ്രമേഹം OTT-യിൽ ആസ്വദിക്കണമെങ്കിൽ ചുരുങ്ങിയത് 5.1 ഓഡിയോ ക്വാളിറ്റിയെങ്കിലും വേണം. എന്നാൽ സോണി ലിവിന് ഉള്ളത് വെറും 2.1 ഓഡിയോ ആണെന്നും സിനിമയുടെ ഒട്ടും നീതി പാലിക്കാത്ത പരിപാടിയാണെന്നും പലരും പറയുന്നുണ്ട്. സോണി ലിവിന്റെ വാർഷിക സബ്സ്ക്രിപ്ഷനിൽ 4K, അറ്റ്മോസ് എന്നീ സൗകര്യങ്ങൾ ഉണ്ടെന്ന് പറയുമ്പോഴാണ് ഇത്തരം സിനിമകൾ ക്വാളിറ്റി കുറഞ്ഞ ഓഡിയോയിലാണ് സ്ട്രീം ചെയ്തതെന്നാണ് പലരും പറയുന്നത്. കഴിഞ്ഞ വർഷം പുറത്തിറങ്ങിയ 2018 എന്ന സിനിമയുടെ സ്ട്രീമിംഗ് റൈറ്റ്സ് വാങ്ങിയതും സോണി തന്നെയായിരുന്നു. അന്നും ഇതേ ഓഡിയോ പ്രശ്നം പലരും ഉന്നയിച്ചിരുന്നു. തുടർച്ചയായി ഒരേ തെറ്റ് തന്നെ ആവർത്തിക്കുന്നത് സോണിക്ക് തിരിച്ചടിയാകുമെന്ന് പലരും പറയുന്നു. ടെക്നോളജി ഇത്രയും പുരോഗമിക്കുമ്പോൾ അതിനനുസരിച്ച് അപ്ഡേറ്റ് ആവേണ്ടതുണ്ടെന്നും പലരുടെയും പോസ്റ്റിൽ പറയുന്നു. കഴിഞ്ഞ വർഷത്തെ ഹിറ്റ് ചിത്രമായ രോമാഞ്ചം ഹോട്ട്സ്റ്റാറിൽ വന്നപ്പോഴും ഓഡിയോ പ്രശ്നം കാരണം പാട്ടുകളും BGM-ഉം ആദ്യത്തെ ആഴ്ചയിൽ കേൾക്കാൻ കഴിഞ്ഞിരുന്നില്ല. കാശ് കൊടുത്ത് സബ്സ്ക്രിപ്ഷൻ എടുക്കുന്ന സാധാരണക്കാരോട് ചെയ്യുന്ന നീതികേടാണ് ഇതെന്ന് പലരും സമൂഹ മാധ്യമങ്ങളിലൂടെ പ്രതികരിക്കുന്നുണ്ട്. മമ്മൂട്ടി പ്രധാന കഥാപാത്രത്തിലെത്തിയ പ്രമേഹത്തിൽ അർജുൻ അശോകനും സിദ്ധാർത്ഥ് ഭരതനുമാണ് പ്രധാന താരങ്ങൾ. ഒരു പരീക്ഷണ ചിത്രമായിരുന്നിട്ട് കൂടി ബോക്സ് ഓഫീസിൽ 60 കോടിയോളം രൂപ പ്രമേഹം കളക്ട് ചെയ്തിരുന്നു. 50 കോടി ക്ലബിൽ ഇടം നേടുന്ന ആദ്യ ബ്ലാക്ക് ആൻഡ് വൈറ്റ് സിനിമ എന്ന റെക്കോർഡും പ്രമേഹം സ്വന്തമാക്കി.